മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ നിന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയുടെ 1-ാമത്തെ സഫിലിരിക്കുന്ന ചെറുപ്പക്കാരനാ. പടച്ചവനെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ആരുമില്ലാതെ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വന്നിട്ട് ആ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് കയറി കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? പാതിരാത്രി ഒരു ചെറുപ്പക്കാരന് ആരും കാണാതെ ഒരു പെണ്ണ് വഴിയിൽ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്റെ മോഹമൊന്ന് സാധിച്ചു തരുവോ? ആ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറക്കുകയാണ്, കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ. എന്റെ ശരീരത്തെ ആദ്യമായിട്ടൊരന്യ പെണ്ണ് തൊട്ടുപോയല്ലോ. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ചെറുപ്പക്കാരാ കരഞ്ഞ് 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 ബോധം കെട്ടങ്ങ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമങ്ങ് നഷ്ടപ്പെട്ടു പോയി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ബോധം കെട്ടി വീഴുമ്പോ സുന്ദരിയായ പെണ്ണ് കളഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. ബോധമില്ലാതെ താഴെ കിടക്കുന്ന ചെറുപ്പക്കാരൻ ഏതോ വഴിയാത്രക്കാരി എടുത്തുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. ആ ചെറുപ്പക്കാരന്റെ പിതാവ് ആ പൊന്നുമകന് ബോധം വന്നപ്പോ അവിടെ നിന്ന് ചോദിച്ചു, എന്ത് പൊന്നുമോര്? കരഞ്ഞുകൊണ്ട് പറയുന്നു, ഹസുറത് ദുനിയാ വൽ ആഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. വാപ്പാ, എന്റെ ശരീരത്തൊരന്യ പെണ്ണ് തൊട്ടു. ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയി. വാപ്പയോട് നടന്നത് മുഴുവനും പൊന്നുമകന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പിതാവ് പറഞ്ഞു, പൊന്നുമോനെ, നീ തെറ്റുകാരനല്ല, നീ തെറ്റുകാരനല്ല. അവളല്ലേ ഇങ്ങോട്ട് കയറി പിടിച്ചത്. പൊന്നുമോനെ, പടച്ചവൻ നിനക്ക് പുറത്തു തരുമടാ. എന്തു പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന് മനസ്സിലാകുന്നില്ല. അവസാനം അവിടെ നിന്ന് പറഞ്ഞു, ഖലീഫയോട് ചോദിക്ക്, ഇതിന്റെ മസല ഉമർ നിങ്ങളോട് ചോദിക്ക്. വാപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ഇതിന്റെ മസല ചോദിച്ചോ. ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹു പുറത്തു കൊടുക്കും. അവൻ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്തിരിഞ്ഞവനാണ്. അവന് തെറ്റുകാരനല്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പ തന്റെ വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊന്നുമകനോട്, മോനെ, നീ നിരപരാധിയാണെന്ന് പറയാൻ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, നെഞ്ച് പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ട് കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്. എന്നിട്ടും ഞാൻ പാവിയായി പോയല്ലോ, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. ഞാൻ നാളെ വ്യഭിചാരിയെ പോലെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് കരഞ്ഞ് നെഞ്ചു പൊട്ടിക്കെട്ടും മരിച്ചു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ ജനാസ ഇറക്കി വെക്കുമ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, മോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. നിനക്ക് അല്ലാഹു 2 സ്വർഗം തരുമടാ എന്ന് അല്ലാഹുവേ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ചെറുപ്പക്കാരാ, സാഹചര്യം കിട്ടുമ്പോ ഒഴിവാവണമടാ പൊന്നുമോന്. പെങ്ങളെ, യവനാട് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും കുടുംബത്തിലകന്ന ചെറുപ്പക്കാരനാണെങ്കിലും ഉമ്മ പറയും അവന്റെ പുറകിൽ കയറി പോകാൻ പറയുമ്പോ നീ ഉമ്മയോട് പറയണം, ഉമ്മ പാപമാണ്, ഇത് വ്യഭിചാരമാണ്, നിങ്ങൾ വ്യഭിചരിക്കാനാണ് പറയുന്നത്. എനിക്ക് പടച്ചറപ്പിനെ പേടിയാണ്. എനിക്ക് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ.